എന്താണ് ഓപ്ഷൻ ചെയിൻ? സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ട്രേഡേഴ്സിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത്. കോൾ ഓപ്ഷൻസും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻസും ഇങ്ങനെ ഒരു ക്രമമായിട്ട് അടുക്കി വെച്ച് അതിൻ്റെ പ്രൈസും അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റും അതിൻ്റെ വോളറ്റൈലിറ്റിയും എല്ലാം വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ചെയിനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ റീഡ് ചെയ്യാനുണ്ട്. ഈ റീഡ് ചെയ്യുന്നതിൽ നിന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകും, ഏത് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഇൻ ദ മണി ഓപ്ഷൻസ്, ഏതൊക്കെയാണ് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വെച്ചിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാക്സ് പെയിൻ, CPR റേഷ്യോ തുടങ്ങിയ പല റേഷ്യോസ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനും എന്താണ് റീറ്റെയിലേഴ്സിൻ്റെ വ്യൂ, എന്താണ് FIAസിൻ്റെ വ്യൂ എന്നെല്ലാം നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ ചെയിനിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ചെയിൻ എന്താണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് എന്താണ്, ഓരോ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റിൽ നിന്നും നമ്മൾ എന്താണ് റീഡ് ചെയ്തെടുക്കേണ്ടത്, ഇതെല്ലാം വെച്ച് മാക്സ് പെയിൻ CPR ഒക്കെ വെച്ച് എങ്ങനെ നമുക്ക് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചെയ്തുകൊണ്ട് ഇൻട്രാഡേ ട്രേഡ്സും അതുപോലെ തന്നെ പൊസിഷണൽ ഓപ്ഷൻ ട്രേഡ്സും ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുന്ന ട്രേഡ് ടോക്സിൻ്റെ വീഡിയോ സീരീസിൻ്റെ 22ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുൻപത്തെ വീഡിയോസ് കാണാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് തിരിച്ചു വരിക. ഇന്നത്തെ വീഡിയോയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അതുപോലെ തന്നെ CPR, മാക്സ് പെയിൻ, ഓപ്ഷൻ ചെയിൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡറിനും അതുപോലെ തന്നെ ഒരു പൊസിഷണൽ ട്രേഡറിനും വളരെ യൂസ്ഫുൾ ആകുന്ന ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യമേ NSE ഓപ്ഷൻ ചെയിൻ നോക്കാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് NSE ഓപ്ഷൻ ചെയിൻ എന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് NSEയുടെ ഓപ്ഷൻ ചെയിൻ ലഭിക്കുന്നതാണ്. ഇതിൽ ഫസ്റ്റ് സെർച്ച് റിസൾട്ടിൽ നിങ്ങൾ NSEയുടെ സൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്ന പേജിൽ നമുക്ക് കാണിക്കുന്നത് കറണ്ട് വീക്കിൻ്റെ ഓപ്ഷൻ ചെയിനാണ്. ഓരോ സ്ട്രൈക്കുകൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷനും റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻസും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയയിൽ നിഫ്റ്റി വേണോ, ബാങ്ക് നിഫ്റ്റി വേണോ, ഫിൻ നിഫ്റ്റി വേണോ എന്ന് നമുക്ക് ഏത് ഇൻഡെക്സ് ആണെന്ന് സെർച്ച് ചെയ്യാം. ഇനി സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഏത് എക്സ്പയറിയുടെ ഓപ്ഷൻ ചെയിനാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കറിയാം ഓരോ വീക്കിനും അതുപോലെ തന്നെ മന്തുകൾക്കും എന്തുണ്ട്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചെയിനുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കിവിടെ നോക്കും കാണാം, തൊട്ടടുത്ത് ഓപ്ഷൻ ചെയിൻ ഉള്ളത് ജനുവരി 5 ദെൻ ജാനുവരി 12, ജാനുവരി 19, 25, ഫെബ്രുവരി, ദെൻ മാർച്ച്, ദെൻ ജൂൺ. ഫെബ്രുവരി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള 3 മാസം വരെയൊക്കെയുള്ള എക്സ്പയറീസ് അവൈലബിൾ ആണ്. 3 മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 6 മാസത്തെ എക്സ്പയറിയാണ്. അതാണ് സെപ്റ്റംബർ. അതിനുശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 1 വർഷം, അതായത് അടുത്ത 2023 ഡിസംബറിലെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെയും 6 മന്ത്, അതായത് അടുത്ത 2024 ജൂണിലെ എക്സ്പയറി നമുക്ക് അവൈലബിൾ ആണ്. 2024 ഡിസംബർ എക്സ്പയറി നമുക്ക് അവൈലബിൾ ആണ്. 2025 ജൂൺ അവൈലബിൾ ആണ്. ഈ എല്ലാ 6 മന്ത് കൂടിയുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. 2027 വരെയുള്ള ഓപ്ഷൻ ചെയിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിവിടെ എടുത്ത് നോക്കാം. 2027 ആരും തന്നെ ട്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ള ബിഡ് പ്രൈസൊക്കെ കാണാം. നിങ്ങൾക്ക് ആരും തന്നെ ട്രേഡ് ചെയ്തിട്ടില്ല എന്നുകൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്തുള്ള വീക്കിലെ ഓപ്ഷൻ ചെയിൻ എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ചെയിനിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്താണ്, ഈ കാണുന്ന സ്ട്രൈക്ക് പ്രൈസുകളാണ്. ഓക്കെ, ഈ കാണുന്നത് സെൻട്രൽ എന്താണ്, സ്ട്രൈക്ക് പ്രൈസുകളാണ്. പിന്നെയോ LTP, ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്, അതിൻ്റെ പ്രീമിയത്തിനെയാണ് നമ്മൾ LTP എന്ന് വേണമെങ്കിൽ വിളിക്കുക. ലാസ്റ്റ് ട്രേഡിംഗ്, അവസാനമായിട്ട് ആ ഒരു സ്ട്രൈക്കിൽ, ഓരോ സ്ട്രൈക്കിലും എന്തുണ്ട്, ഈ പറയുന്ന
LTPs ഉണ്ട്. അപ്പോൾ ഓരോ സ്ട്രൈക്കും അവസാനമായിട്ട് ട്രേഡ് നടന്ന പ്രൈസ് എത്രയാണോ അതാണ് LTP എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആസ്ക് ബിഡ് എന്ന് പറയുന്ന റേറ്റാണ്. ഇത് ആസ്ക് ബിഡ് റേറ്റും ഇത് ആസ്ക് ബിഡ് ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കുന്നതാണ്. ആരാണ് ചോദിക്കുന്നത്? സെല്ല് ചെയ്യാൻ പോകുന്ന ആളാണ് മാർക്കറ്റിൽ ആസ്ക് ചെയ്യുന്നത്. ബൈ ചെയ്യാൻ പോകുന്ന ആൾ ബിഡാണ് ചെയ്യുന്നത്. അപ്പം സെല്ല് ചെയ്യാൻ ഒരാൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന പ്രൈസാണ് ഈ കാണുന്നത്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസും ബിഡ് ചെയ്യുന്ന പ്രൈസും ഈക്വലായിട്ട് വരുന്ന സമയത്താണ് മാർക്കറ്റിൽ എന്ത് നടക്കുന്നത്? മാർക്കറ്റിൽ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആകുന്നത്. ഇതെല്ലാ സെക്കൻഡ്സിലും എല്ലാ മില്ലി സെക്കൻഡ്സിലും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് എല്ലാ സ്ട്രൈക്കിലും ഈ ചേഞ്ചസ് ഓൺ സ്പോട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡ് നടക്കുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇവിടെ രണ്ട് സ്ഥലത്തും കോളിനും പുട്ടിനും ചേഞ്ച് ഉണ്ട്. എന്താണ് ഈ ചേഞ്ച്? ഇന്ന് ഓപ്ഷൻ പ്രീമിയത്തിലുണ്ടായ ഡിഫറൻസ് എത്രയാണോ അതാണ് ചേഞ്ച് എന്ന് ഉള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയും വോളിയം ഉണ്ട്, ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം IV എന്ന് പറഞ്ഞാൽ ഇംപ്ലൈൻഡ് വോളറ്റൈലിറ്റി എന്നാണ്. നമ്മൾ വേഗയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാണ്. അപ്പോൾ ഓരോ സ്ട്രൈക്കിനും, അതായത് കോൾ ഓപ്ഷൻ്റെ എല്ലാ സ്ട്രൈക്കുകൾക്കും പുട്ട് ഓപ്ഷൻ്റെ എല്ലാ സ്ട്രൈക്കുകൾക്കും നമുക്ക് ഇംപ്ലൈൻഡ് വോളറ്റൈലിറ്റി ഉണ്ട്. എപ്പോഴും കോളിനേക്കാൾ ഒരു ഇച്ചിരി IV എപ്പോഴും പുട്ടിൽ കൂടുതലായിരിക്കും. സെയിം സ്ട്രൈക്ക് നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കും. 18,250 പുട്ടിനായിരിക്കും കോളിനേക്കാൾ കുറച്ചുകൂടി ഓപ്പൺ ഇൻട്രസ്റ്റ് എപ്പോഴും കൂടുതൽ. കാരണം പുട്ട് ബയ്യേഴ്സ് എപ്പോഴും ഭയങ്കര അഗ്രസീവ് ആയിരിക്കും പുട്ട് സെല്ലേഴ്സിനേക്കാൾ എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് വോളറ്റൈലിറ്റി എപ്പോഴും പുട്ടിൽ കൂടുതലായിരിക്കും എന്ന് നമുക്ക് റീഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പറയുന്നതിന് തൊട്ട് മുൻപ് ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ ഇമ്പോർട്ടൻസും ഓപ്ഷൻ പ്രീമിയത്തിൽ വരുന്ന ചേഞ്ചസും നമ്മൾ കൃത്യമായിട്ട് തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ കോൾ ഓപ്ഷൻസിനാണ് കൂടുതൽ ഡിമാൻഡെങ്കിൽ, കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനാണ് കൂടുതൽ ഡിമാൻഡെങ്കിൽ എപ്പോഴും കോൾ ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ വില കൂടുകയും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ എപ്പോഴും കണ്ടിരിക്കുക. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ എന്താണ് സംഭവിക്കുക? പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ആയിരിക്കും എപ്പോഴും കൂടി വരിക. ഇനിയും നമുക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷനാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന ആൾക്കാരും സെല്ല് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഓപ്ഷൻ സെല്ലേഴ്സിനെ നമ്മൾ ഓപ്ഷൻ റൈറ്റേഴ്സ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സിനാണ് മാർക്കറ്റിൽ കൂടുതൽ വെയിറ്റേജ് എന്ന് പറയാം. അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ വെയിറ്റേജ് ആണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുക. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ OA ഇൻട്രസ്റ്റ് പുട്ടിൽ ഏകദേശം 1,50,000 ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സ്ട്രൈക്ക് ഏതാണ്? 18,200. അതായത് അവിടെ 1,50,000 ലോട്ട്സ് ക്വാണ്ടിറ്റി സെല്ല് നടന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഒരു പുട്ട് സെല്ല് ചെയ്യുന്ന ആളുടെ മൈൻഡ് സെറ്റ് എന്താണ്? മൈൻഡ് സെറ്റ് മാർക്കറ്റ് 18,200 താഴത്തോട്ട് വരില്ല, എക്സ്പയർ ആകുന്നത് 18,200 മുകളിലായിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് എപ്പോഴും 18,200 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ പുട്ട് ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ മാർക്കറ്റ് ഒരു ബുൾ മോഡിലാണ് എന്ന് നമുക്ക് റീഡ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് കോൾ സൈഡിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്കിൽ, എപ്പോഴും കോൾ സൈഡിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴാണ് കോള് ഒരാൾ സെല്ല് ചെയ്യുന്നത്? മാർക്കറ്റ് സെല്ല് ചെയ്ത ലെവലിൽ നിൽക്കുകയോ താഴത്തോട്ട് പോകും എന്നുള്ള ഒരു വ്യൂ ഉള്ളപ്പോഴാണ് എന്ത് സംഭവിക്കുക? മാർക്കറ്റിൽ എപ്പോഴും കോള് ഷോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ കോള് ഷോർട്ട് ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ കോളിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ നോർമലി റീഡ് ചെയ്യുക മാർക്കറ്റ് ഒരു ബിയറിഷ് മോഡിലാണ്, മാർക്കറ്റ് താഴത്തോട്ട് പോകും എന്നുള്ള രീതിയിൽ വേണം
നമ്മളതിനെ റീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്കൊരു 10% പ്രയോറിറ്റി ഈ പറയുന്ന ഓപ്പൺ ഇൻട്രസ്റ്റിന് കൊടുക്കാം. ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഉണ്ടാകുന്ന ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏത് സ്ട്രൈക്കിലാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുന്നത്, കോളിലാണോ പുട്ടിലാണോ എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് ഇത് റീഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ഈ ഒരു രീതിയിലാണ് നമുക്ക് റീഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഏറ്റവും താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ ചെയിൻ്റെ ഏറ്റവും താഴത്ത് നമുക്ക് ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാനായിട്ട് പറ്റും. ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ പുട്ടിൽ ഏകദേശം 12,60,800, കോളിൽ 11,21,000 ആണുള്ളത്. അതായത് പുട്ടിൽ ഒരു സ്വല്പം ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുണ്ട്. അതായത് മാർക്കറ്റ് ഒരു ചെറിയ ബുള്ളിഷ് മോഡിലാണ് എന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന വോളിയം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഓപ്പണായി കിടക്കുന്ന ഓപ്പൺ ഇൻട്രസ്റ്റുകളെയാണ്. അതായത് ഇപ്പോഴും സെല്ല് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാത്ത ട്രേഡുകൾ. ഈ പറയുന്ന വോളിയത്തിൽ സെല്ല് ചെയ്ത് ക്ലോസ് ചെയ്തത് എല്ലാം ആഡ് ചെയ്യപ്പെടും. ഒരാൾ ആദ്യം സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, അയാൾ ഇപ്പോൾ അത് കീപ്പ് ചെയ്യുന്നില്ല എങ്കിലൊക്കെ എന്ത് ചെയ്യും, അവർ ഈ പറയുന്ന വോളിയത്തിൽ ഇത് ആഡ് ചെയ്യും. ബട്ട് പ്രസൻ്റ്ലി എത്ര ഓപ്പൺ ഇൻട്രസ്റ്റ് ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും റീഡ് ചെയ്യേണ്ടത്. ഇതിനേക്കാൾ ഒരു മികച്ച ഒരു ഓപ്ഷൻ ചെയിനായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സെൻസിബിൾ നമുക്ക് തരുന്ന ഈ പറയുന്ന ഒരു ഓപ്ഷൻ ചെയിൻ ഉണ്ട്, നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ഓപ്ഷൻ ചെയിൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ കുറച്ചുകൂടി ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നിങ്ങൾക്ക് കാണാം. സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പാരാമീറ്റേഴ്സ്, ഇൻട്രിൻസിക് വാല്യൂ, എക്സെൻട്രിക് വാല്യൂ, ടൈം വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. ഇവിടെ സൈസ് കൂട്ടാനും, അതായത് ഫോൺ സൈസ് കൂട്ടാനുമുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ലെവൽ ഒരു ഓപ്ഷൻ ചെയിനായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കും. ഇവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണാൻ പറ്റുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട്സ് ക്വിക്കായിട്ട് എടുക്കാൻ സാധിക്കുന്നതുമാണ്. അതൊരു വലിയ ഫീച്ചറാണ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഡിസിഷൻസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തുള്ളത്, ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസും ഓപ്ഷൻ ചെയിനിൽ നിന്ന് റീഡ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻഫർമേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് ടൈംസ് കൂടി ഈ പറയുന്ന ഓപ്പൺ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് കുറച്ച് ടൈംസ് കൂടി നമുക്ക് കാണാൻ പറ്റും. ഒന്ന് അറ്റ് ദ മണി AV, ഇംപ്ലൈൻഡ് വോളറ്റാലിറ്റിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ദെൻ ഇന്ത്യ വിക്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ടൈംസാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. ഒന്ന് മാക്സ് പെയിൻ, ഒന്ന് PCR റേഷ്യോ. അപ്പോൾ എന്താണ് PCR റേഷ്യോ? P/C ആണ് PCR റേഷ്യോ. അതായത് പുട്ട് ഡിവൈഡഡ് ബൈ കോളാണ് നമ്മൾ PCR റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പുട്ട് വലുതും കോള് ചെറുതും ആണെങ്കിൽ എപ്പോഴും നമുക്ക് 1നേക്കാൾ എബോവ് ഉള്ളൊരു ഡേറ്റയാണ് PCRൽ വരിക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം, ഇപ്പോൾ കോള് കുറവാണ്, ഇത് സ്മോളും കോളാണ് സ്മോള്, പുട്ട് എന്താണ്, പുട്ട് ബിഗാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ PCR റേഷ്യോ 1നേക്കാൾ സ്മോൾ നമ്പറാണ് എങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് റേഞ്ചിലാണ് കിടക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. നമ്മൾ NSE ഓപ്ഷൻ ചെയിൻ എടുത്ത് ഏറ്റവും താഴെ പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ P/C എന്താണോ അതാണ് PCR റേഷ്യോ എന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനിയും മാക്സ് പെയിൻ എന്താണെന്ന് നോക്കാം. മാക്സ് പെയിൻ എന്ന് പറഞ്ഞാൽ മാക്സിമം പെയിൻ ഓഫ് എ ഓപ്ഷൻ ബയ്യർ എന്ന് വേണം നമ്മൾ റീഡ് ചെയ്യാൻ. അതായത് കോളും പുട്ടും 0 ആയി പോകുന്നത്, എക്സ്പയറിയുടെ സമയത്ത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും 0 ആയി പോകുന്ന സ്ട്രൈക്ക് ഏതാണ് എന്നുള്ളതാണ് മാക്സ് പെയിൻ പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റ് എവിടെ എക്സ്പയർ ആകുമെന്നാണ് ഓപ്ഷൻ ട്രേഡേഴ്സ് വിചാരിക്കുന്നത് എന്ന് വേണം നമുക്ക് മാക്സ് പെയിനിൽ നിന്ന് റീഡ് ചെയ്യാൻ, ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് കോളിൻ്റെയും പുട്ടിൻ്റെയും ഒരു മീൻ വാല്യൂ, ഒരു ആവറേജ് എവിടെ നിൽക്കുന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ പറയുന്ന
മാക്സ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് മാക്സ് പെയിൻ 43,200 ബാങ്ക് നിഫ്റ്റിയിൽ കാണിക്കുന്നത്. ഇത് ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ആകുന്നതനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഇതൊരു പ്രാവശ്യം 43,200 ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയല്ല ചെയ്ത് 43,400 ആവുകയും 300 ആവുകയും ഒക്കെ ചെയ്യും. നമുക്കൊരു സ്മോൾ ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാക്സ് പെയിൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്സ് പെയിൻ ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ മാക്സ് പെയിനും PCR-ഉം ഓപ്പൺ ഇൻട്രസ്റ്റും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സ്റ്റോക്ക് ബൈ ചെയ്യുന്ന ആൾക്കാർ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യും. ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യുന്ന ആൾക്കാർ ഹെഡ്ജിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻസ് മറ്റ് പല ഇൻസ്ട്രുമെൻസിൻ്റെ ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോളും പുട്ടും മാത്രം ട്രേഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, ഓപ്ഷൻസ് ചെയ്യാത്ത മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പോലും ഓപ്ഷൻസിനെ ഹെഡ്ജ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന PCR-ലും മാക്സ് പെയിനിലുമൊക്കെ ഇത് എഫക്റ്റ് ചെയ്യുകയും നമുക്കൊരു അക്യുറേറ്റ് ഡാറ്റ കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പം PCR-ഉം മാക്സ് പെയിനും ഈ പറയുന്ന ഓപ്പൺ ഇൻട്രസ്റ്റും മാത്രം നോക്കിയിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.